വർഷം 1988. മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിലിറങ്ങിയ നാടോടിക്കാറ്റിന്റെ സീക്വൽ പട്ടണ പ്രവേശത്തിന്റെ ചിത്രീകരണം നടക്കുകയാണ്. മോഹൻലാലിന്റെ കരിയറിലെ തന്നെ സുന്ദരകാലം. 22 ദിവസം നീണ്ട ഷെഡ്യൂളിൽ താരത്തിന്റെ ഡ്രൈവറായി സെറ്റിലെത്തിയ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിന്റെ ഗിയർ ചേഞ്ച് ആയ സമയമെന്നും വിശേഷിപ്പിക്കാം. തന്റെ ആരാധനാപാത്രത്തോടൊപ്പം കുറച്ചുനാളെന്ന സാക്ഷാത്കാരത്തിനപ്പുറത്തേക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ലാൽ സാർ എന്നെ ഓർക്കുമോ എന്ന ആകുലതകൾക്കപ്പുറത്തേക്ക് ജീവിതം തന്നെ ഷിഫ്റ്റായ നേരം. മാസങ്ങൾക്ക് ശേഷം 3-ാം മുറയുടെ സെറ്റിൽ ആമുഖം തിരിച്ചറിഞ്ഞ് മോഹൻലാൽ അവനെ സസന്തോഷം അടുത്തേക്ക് മാടി വിളിച്ചു. ഈ സിനിമ തീരുന്നത് വരെ കൂടെ നിൽക്കാമോ എന്ന് ചോദിച്ചു. ഇതിൽ പരം സന്തോഷം എന്തെന്ന് കരുതിയ അവനോട് ചിത്രീകരണം പൂർത്തിയാക്കി പിരിയാൻ നേരം ആ നടൻ ഒന്നുകൂടെ ആരായിരുന്നു. ആന്റണി, പോരുന്നോ എന്റെ കൂടെ എന്ന്. ഇടം വലം നോക്കാതെ അവൻ അയാൾക്കൊപ്പം ഇറങ്ങി തിരിച്ചു. അന്നു മുതൽ ഇന്നോളം 37 വർഷങ്ങളായി ഒരു നിഴൽ പോലെ കൂടെ നിന്നു. വീഴ്ചകളിൽ താങ്ങായി, വിജയങ്ങൾക്ക് ഹേതുവായി. മോഹൻലാൽ എന്ന മഹാനടനൊപ്പം നിശബ്ദമായി അലിഞ്ഞു ചേർന്ന പേരാണ് ഇന്ന് ആന്റണി പെരുമ്പാവൂർ. എന്റെ സിനിമാ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയുടെയും എന്റെ എല്ലാ നന്മയുടെയും പിന്നിൽ ആന്റണി പെരുമ്പാവൂർ എന്ന വ്യക്തിയുണ്ട്. അത് സത്യമാണ്. ആ സത്യത്തെ ഞാൻ മാനിക്കുന്നു എന്ന് പറഞ്ഞ മോഹൻലാൽ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. 3-ാം മുറയുടെ സെറ്റിൽ വെച്ച് ആന്റണിയെ കൈകാണിച്ച് വിളിച്ചത് ഞാനല്ല, അത് ദൈവം എന്നെ കൊണ്ട് വിളിപ്പിച്ചതാണെന്ന്. മോഹൻലാൽ എന്ന നടന്റെ ജീവിതത്തിൽ ആന്റണി ചെലുത്തിയ സ്വാധീനം ചെറുതല്ലെന്നാണ് സിനിമക്കാർക്കിടയിലെ സംസാരം. കൃത്യമായി പ്രതിഫലം വാങ്ങാനും നോ പറയേണ്ടത് അങ്ങനെ തന്നെ പറയാനും മോഹൻലാലിന് ചുറ്റും ഒരു സംരക്ഷണ വലയം സൃഷ്ടിച്ചുകൊണ്ട് ആന്റണി ഉണ്ടായിട്ടുണ്ടെന്ന് പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്ന ബദറുദ്ദീൻ പറയുന്നു. മോഹൻലാലിനൊപ്പം ആന്റണി ചേർന്നപ്പോൾ ആ താരത്തിന്റെ മൂർത്തിഭാവങ്ങൾ മാത്രമല്ല, മലയാള സിനിമയിലെ റെക്കോർഡുകൾ കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. പ്രണവം ആർട്സ് എന്ന പ്രൊഡക്ഷൻ കമ്പനിക്ക് കീഴിൽ മോഹൻലാൽ നിർമ്മിച്ച ഹിസ്സൈനസ് അബ്ദുള്ള, കമലദളം, ഭരതം, മിഥുനം തുടങ്ങിയ ചിത്രങ്ങളൊക്കെയും ബോക്സ് ഓഫീസ് ഹിറ്റുകളായിരുന്നെങ്കിലും മോഹൻലാൽ എന്ന നിർമ്മാതാവിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയിരുന്നത്രേ. പിൻഗാമി മുതൽ വാനപ്രസ്ഥം വരെയുള്ള കലാമൂല്യമുള്ള ഒരു പിടി സിനിമകൾ പ്രണവം ആർട്സ് നിർമ്മിച്ചെങ്കിലും മലയാളത്തിലെ സൂപ്പർ താരം ഒരു വ്യവസായി എന്ന നിലയിൽ പരാജയപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് ആന്റണി പെരുമ്പാവൂർ തന്റെ ആശീർവാദ് എന്ന നിർമ്മാണ കമ്പനി ആരംഭിക്കുന്നതും മോഹൻലാൽ അതിന്റെ ഭാഗമാകുന്നതും. ഒരു സാധാരണ ഡ്രൈവർ, ബിസിനസ് എന്തെന്ന് പോലും അറിയാത്തയാൾ മോഹൻലാൽ എന്ന താരമൂല്യമുള്ള നടനെ വെച്ച് എന്ത് ചെയ്യാനാണെന്ന് പരിഹസിച്ചവർക്കുള്ള മറുപടി കൂടിയായി നരസിംഹം എന്ന മാസ് കൊമേഴ്ഷ്യൽ ഹിറ്റ്. 1 കോടി രൂപ ചിലവിട്ട് ആന്റണി വാരിയത് 22 കോടി. 2000 ജനുവരി 26-ന് പുറത്തിറങ്ങിയ നരസിംഹം മലയാളത്തിലെ ആദ്യ 20 കോടി ക്ലബ്ബ് ചിത്രമായി. മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിന്റെ എല്ലാ കൊമേഴ്ഷ്യൽ എലമെന്റുകളെയും ചേർത്ത് വെച്ച് തുന്നിക്കൂട്ടിയെടുത്ത ചിത്രം. സിനിമയോട് യോജിക്കാം, വിയോജിക്കാം, പക്ഷേ അത് മോഹൻലാലിന് നൽകിയ സ്പേസ് പകരം വെക്കാനില്ലാത്തതാണ്. തൊട്ടടുത്ത വർഷം രഞ്ജിത്ത് മോഹൻലാൽ കൂട്ടുകെട്ടിൽ രാവണപ്രഭു, പിന്നെ കിളിച്ചുണ്ടൻ മാമ്പഴം, നാട്ടുരാജാവ്, നരൻ, രസതന്ത്രം, ബാബ കല്യാണി, പരദേശി, സാഗർ എലിയാസ് ജാക്കി തുടങ്ങി ബോക്സ് ഓഫീസിന് കൊട്ടി ആഘോഷിക്കാൻ പ്രാപ്തമായ 36 ചിത്രങ്ങൾ. അതിൽ 35-ലും മോഹൻലാൽ നായകൻ. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമ അതിന്റെ പരപ്പ് കൂട്ടി തുടങ്ങിയപ്പോൾ അതിൽ മുന്നിൽ നിന്നു ആന്റണി പെരുമ്പാവൂരും ആശീർവാദും. ആദ്യ 50 കോടി ചിത്രമായി ദൃശ്യവും ഇൻഡസ്ട്രിയൽ ഹിറ്റടിച്ചു. സ്പിരിറ്റ് ദേശീയ അവാർഡുകൾ നേടി. ലൂസിഫർ അതുവരെ കണ്ടതിൽ വെച്ച് ലാർജർ ക്യാൻവാസിൽ ഒരുങ്ങി കോടികൾ നേട്ടമുണ്ടാക്കിയ ഹിറ്റായി. അതോടെ വലിയ ക്യാൻവാസുകളിൽ വലിയ ചിത്രങ്ങൾ നിർമ്മിക്കാനും വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനും മലയാള സിനിമയ്ക്ക് കരുത്ത് നൽകി. നിർമ്മാണത്തിന് പുറമെ വിതരണവും പ്രദർശനവും ആശീർവാദ് ഏറ്റെടുത്തു. ആശീർവാദ് സിനിപ്ലെക്സും മാക്സ് ലാബ് എന്ന വിതരണ കമ്പനിയും. അവിടെയും തീർന്നില്ല. ഫിയോക് എന്ന ഫിലിം എക്സിബിറ്റേഴ്സ് യൂണിയന്റെ പ്രസിഡന്റ് കൂടിയാണ് ആന്റണി പെരുമ്പാവൂർ. ഈ നേട്ടങ്ങളൊക്കെയും നിരത്തുമ്പോഴും ആന്റണി പെരുമ്പാവൂർ പറയുന്നത്, ഞാൻ ഇത്രയൊക്കെ ആയി എന്ന് പറയുകയല്ല, എന്നെ കൊണ്ടുവന്നതാണ്, ലാൽ സാർ ചെയ്യിപ്പിച്ചതാണെന്നാണ്. ആന്റണി എന്റെ കൂടെ പോര് എന്ന് പറഞ്ഞാൽ അതിൽ വേറെ ചിന്തിക്കാനൊന്നുമില്ല. എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് സാർ എന്നെ കൊണ്ടുപോയതെന്ന് പറയുന്ന ആന്റണി പെരുമ്പാവൂർ എന്ന മലയാളത്തിലെ ലീഡിംഗ് മേക്കറിന് ഒരു ബിസിനസ്സുകാരന്റെ ഭാഷ്യമില്ല. മണിക്കൂറുകൾ വരി നിന്ന് ഫാൻ ഷോയ്ക്ക് ടിക്കറ്റ് എടുത്ത് ലാലേട്ടന്റെ ഇൻട്രോ സീനിന് പേപ്പർ വാരിയെറിഞ്ഞ് ആവേശം കാണിക്കുന്ന ഒരു ആരാധകന്റെ ഊറ്റമാണുള്ളത്. ഹോളിവുഡിന് സ്റ്റാൻലി എന്ന പോലെയാണ് മലയാള സിനിമയ്ക്ക് ആന്റണി പെരുമ്പാവൂർ. അത് പ്രൊഡക്ഷന്റെ കാര്യത്തിൽ മാത്രമല്ല, ജനസമ്മതിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. മോഹൻലാലിനെ നായകനാക്കി പുറത്തിറക്കിയ മിക്ക സിനിമകളിലും ആന്റണിക്ക് ഒരു വേഷം ഉണ്ടാകും. ലൂസിഫറിൽ അതിന്റെ ഏറ്റവും കനമുള്ള ഭാവമാണ് കണ്ടത്. സലാം പറയുന്ന ആന്റണി തിയേറ്ററിൽ ഉയർത്തിയത് ചെറിയ ആരവമല്ല. മോഹൻലാലിന് പോലും വിമർശനങ്ങളുടെ ശരമേറ്റ ബറോസിൽ ആന്റണിയുടെ ഒരു വീഴ്ച ചിരി പടർത്തി. തിരികെ എമ്പുരാനിലേക്ക് എത്തുമ്പോൾ ലൂസിഫറിലെ അയാളുടെ ക്യാമിയോ വേഷത്തിനും തുടർച്ച കാണുമോ എന്ന ചർച്ചകളും സജീവമായി. മോഹൻലാലിന്റെ വിജയങ്ങളിലൊക്കെയും പ്രകീർത്തിക്കപ്പെട്ട അയാൾ അതേസമയം പരാജയങ്ങളിൽ ക്രൂശിക്കപ്പെടുകയും ചെയ്തു. 2010 വരെയും തിയേറ്റർ ഹിറ്റുകൾ മാത്രം ആസ്വദിക്കുകയും അടുത്ത ദശാബ്ദത്തിൽ മലയാള സിനിമയിലെ നിർണായകമായ ചിത്രങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്ത ആശീർവാദ്
പതിയെ പരാജയങ്ങളുടെ രുചി അറിഞ്ഞു. 2020 ശേഷം തിയേറ്ററിൽ ഒരു ചിത്രം പോലും ആഘോഷമായില്ല. സാമ്പത്തികമായി വിജയം കണ്ടത് നേര് മാത്രം. അതോടെ ആന്റണി പെരുമ്പാവൂരിന്റെ തിരഞ്ഞെടുപ്പുകളെ സോഷ്യൽ മീഡിയ നിഷ്കരണം വിമർശിച്ചു. മോഹൻലാലിന്റെ തകർച്ചയുടെ ഹേതുവെന്ന് വിധി എഴുതി. വിമർശനങ്ങളിൽ ഒന്ന് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ ബിനാമിയാണെന്നതാണ്. പക്ഷേ മോഹൻലാൽ അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നത് അവസാന ശ്വാസം വരെയും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. തിരിച്ച് ആന്റണിക്ക് തന്റെ ജീവിതത്തിലെ എല്ലാമാണ് ആ മനുഷ്യൻ. പ്രതിസന്ധികൾ പലത് വന്നപ്പോഴും പറഞ്ഞ ദിവസം പ്രതീക്ഷ കൊടുത്ത സമയം എമ്പുരാന്റെ റിലീസ് ഉറപ്പിച്ച ആർജവത്തിന്റെ പേരുകൂടിയാണ് ആന്റണി പെരുമ്പാവൂർ. ഒപ്പത്തിനൊപ്പം വളർന്ന നിർമ്മാതാവായല്ല, ഇന്നും പുലർക്കാലെ ലാൽ സാറിനെ വിളിച്ചുണർത്തുന്ന, വേണ്ടെന്ന് പറഞ്ഞാലും ഒരു പൊതി ഭക്ഷണം കൂടെ കരുതുന്ന, ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനുകളിലേക്ക് ഒരു നിഴൽ പോലെ കൂടെ നടക്കുന്ന വിശ്വസ്തൻ. ഓരോ മോഹൻലാൽ സിനിമ റിലീസും ഓണം പോലെ വിഷു പോലെ ഉത്സവമാക്കി തീർക്കുന്ന തീർത്തും സാധാരണക്കാരന്റെ രുചിയുള്ള ആരാധകൻ. എമ്പുരാൻ എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ എഴുതി വീഴ്ത്തുന്ന ഓരോ റെക്കോർഡിന്റെയും കാരണക്കാരൻ. അതാണ് അയാൾ.